ഏയ് വാ വാ വാ. എന്താ ഇത്ര പെട്ടെന്ന്? എന്താ ഈ നോക്കുന്നേ? എന്താ ഇത്? ഇതൊക്കെ എന്താ? ഗിഫ്റ്റോ? ഇതൊക്കെ ഇപ്പൊ എന്തിനാ തരുന്നേ? കല്യാണത്തിന് വരുമ്പോ പോരെ? ഏ എന്തു പറ്റി നിനക്ക്? കല്യാണത്തിന് വരില്ലെന്നോ? എന്താ? കല്യാണെന്ന് പറഞ്ഞ എല്ലാരും വരും. കാർത്തിക് വരുന്നോണ്ടല്ലേ? നീ എന്താ പറയുന്നത്? കാർത്തിക് നിന്നെ എന്ത് ചെയ്യുന്ന? നീയല്ലേ ഇത് ഇവിടെ വരെ എത്തിച്ചത്? എന്തുകൊണ്ട് കാണാൻ വയ്യ? എന്നെ മനസ്സിലാക്കിക്കോ. നിനക്ക് 1000 പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ച് എന്റെ കല്യാണത്തിന് വരില്ലേ? ഇന്നാ ഇത് നീ തന്നെ വെച്ചോ. തരണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് വരുമ്പോ തന്നാ മതി. ഇത് കേട്ടോ, നീ എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. എന്താ നിന്റെ ഇഷ്ടത്തിന് പോവാ? അത്രേ ഉള്ളൂ? കല്യാണത്തിന് വരുവോ അതോ ഇല്ലയോ? കയ്യിലിരുന്നത് വയലിനല്ല, വെറും സോപ്പാ. ഷീലയുടെ കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ? ഞാൻ വരുന്നോടല്ലേ? അന്ന് നീ എങ്ങനെ പറഞ്ഞതിന് ശേഷം നിന്റെ കൺമുമ്പിൽ എപ്പോഴെങ്കിലും ഞാൻ വന്നിട്ടുണ്ടോ? എന്നെ കണ്ടാ നീ വേദനിക്കുന്നിരുന്ന് ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു. എന്നാ നീ എന്നെ ഒരു തെരുവ് പട്ടിയെ പോലെ കണ്ടില്ലേ? എന്നെ പേടിച്ച് നീ കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ വെറുതെ. നീ പേടിക്കുന്ന നിന്നെ തന്നെയാ. എന്നാ നീ പേടിയില്ലാത്ത പോലെ അഭിനയിക്കുക, അതല്ലേ ശരി? നിന്നോട് എല്ലാവർക്കും സ്നേഹമുണ്ട്, നിനക്ക് മാത്രം അതറിയില്ല. ജീവന് വേണ്ടി യാചിക്കുന്നവർ എത്ര പേര് ഈ നാട്ടിലുണ്ടെന്ന് അറിയോ? എന്നാ ജീവിതം വലിച്ചെറിയുന്നവൾ ഇവിടെ നീ മാത്രം. മനസ്സും ഇങ്ങനെ ഊമയാക്കി എങ്ങനെ അഭിനയിക്കാനാവും നിനക്ക്? സോറി, അവസാനമായിട്ട് ഞാൻ പറയാ, ഞാൻ കാരണം ഒരു പ്രശ്നം നിനക്കുണ്ടാവില്ല. നിനക്ക് വിശ്വാസമാണെങ്കിൽ നീ കല്യാണത്തിന് വാ. ഇത്രയും പറഞ്ഞിട്ട് നീ കല്യാണത്തിന് വരാതിരുന്ന ജീവിക്കണമെന്നുള്ള ആഗ്രഹം നിന്റെ കണ്ണുകളിലുണ്ട്. എന്തിനാ മറയ്ക്കുന്നത്? ജീവിച്ചൂടെ നിനക്ക്? നീ ഒരിക്കലും തോക്കില്ല. നീ എന്തിനാ അർച്ചനെ പേടിക്കുന്നത്? നിനക്കൊരു കുട്ടി ഉണ്ടായ അതും നിന്നെ പോലെ ആവുമെന്ന് കരുതി, അതല്ലേ ശരി? ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ച
നിന്റെ അച്ഛനെ പോലെ ഞാൻ ഓടിയൊന്നും പോവില്ല. എന്റെ ജീവനേക്കാളും ഞാൻ സ്നേഹിക്കും. ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്താലേ ശരിയാവും. നീ എടുക്കുന്ന ഈ തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് തിരുത്താൻ പിന്നീട് അവസരം ഉണ്ടായെന്ന് വരില്ല. സംഗീതത്തെ എത്രമാത്രം ഞാൻ സ്നേഹിച്ചു, അതിലും അധികം നിന്റെ ഈ മൗനത്തെ ഞാൻ സ്നേഹിച്ചു. പക്ഷെ നീ എന്നെ കരയിക്കുന്നത്. സ്നേഹം നിറഞ്ഞ വധൂവരന്മാരെ, തിരുസഭയിലെ വൈദികന്റെ മുന്നിലും ഈ തിരുക്കൂട്ടത്തിന് മുന്നിലും നിങ്ങളുടെ സ്നേഹത്തെ നമ്മുടെ കർത്താവിൽ അർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹം ലഭിക്കുവാൻ ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തെ നമ്മുടെ ദൈവമായ കർത്താവ് പരിപൂർണമായും ഉൾക്കൊണ്ടിരിക്കുന്നു. ആദ്യമേ തന്നെ നിങ്ങളെ പരിശുദ്ധ ജ്ഞാനസ്നാനത്താൽ ശുദ്ധീകരിച്ച് ഇപ്പോൾ മറ്റൊരു കൂദാശ വഴി നിങ്ങളെ പൂർണ്ണമായും അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ പൂർണ്ണമായ മനസ്സോടെയാണോ ഈ വിവാഹത്തിന് തയ്യാറായിരിക്കുന്നത്? അറിയില്ല സർ. നിങ്ങളുടെ ജീവിതാവസാനം വരെ പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി യോജിച്ചായിരിക്കുമല്ലോ നിങ്ങൾ പോകുന്നത്. കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന മക്കളെ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് യേശുവിന്റെ ഉപദേശങ്ങൾ അനുസരിച്ചും തിരുസഭയുടെ നിയമങ്ങൾ പാലിച്ചും നിങ്ങൾ വളർത്തുമോ? നിങ്ങളുടെ രണ്ടുപേരുടെ രണ്ടുപേരുടെയും വിവാഹത്തിന് ശേഷമുണ്ടാകുന്ന ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ മുഴുവനും അന്യോന്യം പങ്കുവച്ച് നല്ലൊരു കുടുംബമായി ജീവിക്കുവാൻ നമ്മുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. വിജയകുമാർ എന്ന ഞാൻ ആൻഡലിൻ ഷീല എന്ന നിന്നെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും എന്നും എപ്പോഴും ഞാൻ നിന്റെ കൂടെ ജീവിതകാലം മുഴുവനും സ്നേഹിച്ച് എന്നും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ആൻഡലിൻ ഷീല എന്ന ഞാൻ വിജയകുമാർ എന്ന നിങ്ങളെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും എന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും. സ്നേഹം നിറഞ്ഞ വധൂവരന്മാരെ, ഇടവകയിലെ വൈദികന്റെ മുൻപിലും ഈ തിരുക്കൂട്ടത്തിന്റെ മുൻപിലും നിങ്ങളുടെ സ്നേഹത്തെ നമ്മുടെ കർത്താവിൽ അർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹം ലഭിക്കുവാൻ ഇവിടെ വന്നിരിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.